2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി KJ മാക്സി MLAയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി KJ മാക്സി MLAയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പ്ലാവ്, പേര, ഊങ്ങ്, ചന്ദനം, നെല്ലി, പുളി, മാതളം, കൊന്ന, നാരകം എന്നീ വിവിധ ഇനത്തിൽപ്പെടുന്ന 5000 വൃക്ഷത്തൈകളാണ് റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ എന്നിവ വഴി വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോണി തോമസ്, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ലാലിന് വൃക്ഷത്തൈ നൽകിക്കൊണ്ട് നിർവഹിച്ചു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി കാണാൻ വന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി. തുടർന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. ഞാനത് അടയാളപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്താണ് ചെയ്യേണ്ടത് എന്ന എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയും രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിന് അടുത്തതായി MLAയുടെ അടുത്തിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരത് പാർക്കാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് MLA ആണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്, MLAയുടെ അടുത്തേക്ക് വരും എന്ന് പറയുന്നു. അപ്പോൾ വന്നാൽ മനോഹരമായിരിക്കും. 700 ചില്ലാനും 748 42 ആണ് ഇനം വിവിധ സസ്യങ്ങളെ നട്ടു വളർത്തിയ പാർക്കായിരുന്നു ഓടത്ത എന്ന് വിളിക്കുന്ന സ്ഥലം. ഫോർട്ടൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. കൗൺസിലർ ഷീബ ഡൂറം അധ്യക്ഷത വെച്ചു. ജോസഫ് മാറ്റർ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ സോണിക്കർ ഫ്രാൻസിസ്, റെഡീന ആന്റണി, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി KM റിയാദ്, CS ഗിരീഷ്, എഡ്ര കൊച്ചി മേഖലാ പ്രസിഡന്റ് IJ ജോളി എന്നിവർ സന്നിഹിതരായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിൻ്റെ ഒരു 10% പിടിച്ച് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് മാഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അന്നാ മറ്റേ ഈ കേരമല മതി അതിപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ഇടപെട്ടുകൊണ്ടാണ് അതേപോലെ ചെയ്യണം. ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് പ്രകൃതിയുമായിട്ട് ഭയങ്കര സ്വാധീനമുണ്ടെന്നുള്ള ശരിയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞിടക്ക് നമ്മൾ കേട്ട വാർത്ത എന്താണ്? മേഘവിസ്ഫോടനം. അതിന് മുമ്പ് കേൾക്കുന്നത് എന്താണ്? ന്യൂനമർദ്ദം. അപ്പോൾ ഈ ന്യൂനമർദ്ദങ്ങളും മേഘവിസ്ഫോടനങ്ങളൊക്കെ ശക്തിയായി പെയ്യുമ്പോൾ കാലാവസ്ഥക്ക് വ്യത്യസ്തമായിട്ട് വരിക. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.